നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ അമേരിക്കയും ഇറാനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ഹോർമുസ് കടലിടുക്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപരോധം തീർത്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, മറ്റുള്ള രാജ്യങ്ങളെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം അതുവഴി കടന്നു പോകുന്ന പല ചരക്ക് കപ്പലുകളും അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത് പല രാജ്യങ്ങളെയും ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഹോർമുസ് കടലിടുക്കിലാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും പരസ്പരമുള്ള പ്രതികാരദാഹം തീർത്തുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം പാളുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്യാധുനിക അമേരിക്കൻ നിരീക്ഷണ സംവിധാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും വെട്ടിച്ച് 30-ലധികം ഇറാനിയൻ കപ്പലുകൾ ഇപ്പോൾ കടലിടുക്കിലൂടെ രഹസ്യമായി യാത്ര ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 19 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്കും 15ഓളം കപ്പലുകൾ ഇറാൻ ലക്ഷ്യമാക്കിയും സുരക്ഷിതമായി യാത്ര ചെയ്തതായി ഫിനാൻഷ്യൽ ടൈംസ് അടക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഏകദേശം $910 ദശലക്ഷം വിലമതിക്കുന്ന 1.07 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇത്തരത്തിൽ കടത്തപ്പെട്ടതായാണ് സൂചന. ഉപരോധം ലംഘിച്ചുള്ള ഈ നീക്കം ട്രംപ് ഭരണകൂടത്തിന് വലിയ നയതന്ത്ര സൈനിക തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കൊട്ടിയടയ്ക്കാനുള്ള ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂരിയുടെ പരാജയമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. 19 ടാങ്കറുകൾ ഇറാനിൽ നിന്ന് പുറത്തു കടക്കുകയും 15 ടാങ്കറുകൾ ഇറാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ അമേരിക്കയുടെ ഉപരോധം ദുർബലമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉപരോധത്തെ മറികടന്ന് പുറത്തേക്ക് പോയതിൽ 6 കപ്പലുകൾ ഇറാനിയൻ എണ്ണയാണ് കൊണ്ടുപോയത്. ഇതിൽ ഇറാനിയൻ പതാകയേന്തിയ സൂപ്പർ ടാങ്കറായ ഡൊറൈനുമുണ്ട്. ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഓഫാക്കിയാണ് ടാങ്കറുകൾ ഉപരോധം മറികടന്നത്. ഈ നീക്കത്തിലൂടെയാണ് ഏകദേശം 10.7 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇതുവഴി ഇറാൻ തീരം വിട്ടിരിക്കുന്നത്. വലിയ ലാഭമാണ് ഇതുവഴി ഇപ്പോൾ ഇറാന് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 13 മുതലാണ് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ കപ്പലുകളും തടയുമെന്നായിരുന്നു US പ്രഖ്യാപിച്ചത്. 28 കപ്പലുകൾ ഇതുവരെ ഇറാൻ തുറമുഖത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് കടന്നുപോയ കപ്പലുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മേഖലയിൽ ഇറാൻ 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്തതും വെടിവെപ്പ് നടത്തിയതും സംഘർഷം പുതിയ തലത്തിലെത്തിച്ചിട്ടുണ്ട്. MSC ഫ്രാൻസിസ് എപ്പാമി നോഡാസ് എന്നീ കപ്പലുകൾ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തതും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലെ അമേരിക്കൻ ആധിപത്യത്തിനും വെല്ലുവിളിയായിരിക്കുകയാണ്. ഇറാന്റെ നടപടി കടൽ കൊള്ളയ്ക്ക് സമാനമാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്കായി ചൊവ്വാഴ്ച പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയിരുന്നുവെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഉപരോധം നിലനിൽക്കെ തന്നെ ഇറാനിയൻ ഗോസ്റ്റ് കപ്പലുകൾ കടലിടുക്ക് മുറിച്ചു കടന്നത് അമേരിക്കൻ നാവികസേനയുടെ നിരീക്ഷണ പാളിച്ചകളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. കടലിടുക്കിൽ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 എത്തിയത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാക്കുന്നു. സമുദ്രപാതയിലെ അനിശ്ചിതത്വം ചരക്ക് നീക്കത്തെ ബാധിച്ചതോടെ ഇൻഷുറൻസ് നിരക്കുകളും വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ആഭ്യന്തരമായി ഇന്ധനവില ഗാലന് $4 മുകളിലെത്തിയതും ട്രംപ് ഭരണകൂടത്തിന് തലവേദനയാകുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി പരിഗണിക്കുമ്പോൾ ഉയർന്ന ഇന്ധനവിലയും യുദ്ധ സാഹചര്യവും ട്രംപിനെതിരെയുള്ള ജനവികാരം ശക്തമാക്കിയിട്ടുണ്ട്. നേരിട്ടുള്ള സൈനിക നീക്കത്തേക്കാൾ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്നായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിനെ
ട്രംപിന് വ്യക്തിപരമായ താല്പര്യമില്ലെന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ബോംബിംഗ് ക്യാമ്പയിനുകൾ പുനരാരംഭിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. എന്നാൽ ഉപരോധം ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ വൈറ്റ് ഹൗസിന് മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ കുറവാണ്. ചൈനയുമായുള്ള ഇറാന്റെ വ്യാപാര ബന്ധവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ഇറാനിയൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാരായ ചൈനയുടെ കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ ഇറാൻ അനുമതി നൽകുന്നുണ്ട്. ചൈനയെ കൂടാതെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകൾക്കും ഇറാൻ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നുണ്ട്. തങ്ങളുടെ കപ്പലായ തൗസ്കയെ അമേരിക്കൻ സൈന്യം തടഞ്ഞു വെച്ചതിനെ പകരമായാണ് അന്താരാഷ്ട്ര കപ്പലുകൾ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. സമുദ്ര സുരക്ഷ ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കർശന നടപടി തുടരുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് തെളിയിക്കാനാണ് ഇറാന്റെ ശ്രമം. സമാധാന ചർച്ചകളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടുനിന്നതോടെ നയതന്ത്ര പരിഹാരം വിദൂരമായി തുടരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. മേഖലയിൽ അസ്ഥിരത വരും ദിവസങ്ങളിൽ ആഗോള വിപണികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്ലാമാബാദിൽ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടുനിന്നിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ പരസ്യമായി പറയുന്ന കാര്യങ്ങളല്ല രഹസ്യ ചർച്ചകളിൽ സമ്മതിക്കുന്നതെന്ന് കരോൾ ലെവിറ്റ് ആരോപിച്ചു. യുദ്ധത്തിന്റെ ഗതിയും സമയക്രമവും നിശ്ചയിക്കുന്നത് വാഷിംഗ്ടൺ ആയിരിക്കുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. സൈനിക നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസിഡന്റിന് മുന്നിൽ നിരവധി ഓപ്ഷനുകൾ ഉണ്ടെന്നും ഇറാന്റെ ബോട്ടുകളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് കൂട്ടിച്ചേർത്തത്. ഇറാന്റെ പുതിയ നീക്കത്തോടെ മേഖലയിൽ യുദ്ധഭീതി വീണ്ടും ശക്തമായിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലേക്കും ഉറ്റുനോക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ടാണ് ഇപ്പോൾ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നത്. ഇനി അവിടെ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ എടുത്തുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലായിരിക്കും കലാശിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാനും ഇറാന്റെ നാവിക കരുത്ത് തെളിയിക്കാനുള്ള ഒരിടമായി ഇതിനെ കാണും. ഇതുവഴി കടന്നു പോകുന്ന മറ്റുള്ള ചരക്ക് കപ്പലുകളുടെ ഭാവിയെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ മറ്റുള്ള കപ്പലുകൾ കടന്നുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനോട് വൈറ്റ് ഹൗസ് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. ട്രംപിൻ്റെയും പ്രതികരണം എന്തായിരിക്കും എന്ന് നോക്കുകയാണ് ലോകം.